മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിലമ്പൂരിൽ ഒരുക്കുന്ന ലൈറ്റ് വെയ്റ്റ് ജ്വല്ലറി ഷോ ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെ ഞങ്ങളുടെ നിലമ്പൂർ ഷോറൂമിൽ വരൂ. പണത്തിനൊത്ത മൂല്യത്തിൽ സ്വർണം സ്വന്തമാക്കാൻ മലബാർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. ജോലി വാഗ്ദാനം ചെയ്ത് ലക്ഷങ്ങൾ തട്ടിയ പ്രതിയെ കർണാടകയിലെത്തി പിടികൂടി നിലമ്പൂർ പോലീസ്. ആലപ്പുഴ നോർത്തിലെ വിനോദ് വി ജോണാണ് പിടിയിലായത്. കഴിഞ്ഞ ജനുവരിയിൽ നിലമ്പൂർ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് ഇയാൾ. പരാതിയിൽ രവി ബൻസാൽ എന്നാണ് പേരുള്ളത്. എന്നാൽ ഇയാളുടെ യഥാർത്ഥ പേര് വിനോദ് വി ജോൺ എന്നാണെന്ന് പോലീസ് പറഞ്ഞു. ജോലി നൽകാമെന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ തട്ടിയെടുത്തുവെന്നാണ് പരാതിയെങ്കിലും ഇയാൾ പിടിയിലായതറിഞ്ഞ് നിരവധി പരാതികൾ ലഭിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ഇയാളുടെ തട്ടിപ്പിനിരയായവർ വിളിക്കുന്നുണ്ടെന്നും പോലീസ് പറഞ്ഞു. നിലവിൽ 25 ലക്ഷത്തോളം രൂപ ഇയാൾ തട്ടിയെടുത്തുവെന്ന് പരാതിയുണ്ട്. പരാതിക്കാരുടെ മൊഴി പോലീസ് എടുത്തിട്ടുണ്ട്. ഇയാളുടെ യഥാർത്ഥ അഡ്രസ്സിൽ ഇയാൾക്ക് രേഖകളൊന്നുമില്ലെന്നും കഴിഞ്ഞ 10 വർഷത്തോളമായി വീട്ടുകാർക്ക് ഇയാളെപ്പറ്റി ഒരു വിവരവുമില്ലെന്നാണ് പോലീസ് പറയുന്നത്. വിവിധ പേരുകളിൽ ഇയാൾ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടാക്കി കൈകാര്യം ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. വിദഗ്ധമായി ആളുകളെ പരിചയപ്പെട്ട് അവരുടെ പേരിൽ സിം കാർഡ് എടുത്ത് ഫോൺ ഉപയോഗിക്കുകയും പിന്നീട് ഇത് ഉപേക്ഷിക്കുകയും വീണ്ടും മറ്റൊരാളെ പരിചയപ്പെട്ട് അയാളുടെ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡ്, ബാങ്ക് അക്കൗണ്ട് എന്നിവ സംഘടിപ്പിക്കുകയും ചെയ്യുന്നതാണ് ഇയാളുടെ രീതിയെന്നും ഒരു തരത്തിലും പിടിക്കപ്പെടാനുള്ള അവസരം നൽകാത്ത വിധം വിദഗ്ധമായാണ് ഇയാൾ തട്ടിപ്പുകൾ പ്ലാൻ ചെയ്യുന്നതെന്നുമാണ് പോലീസ് പറയുന്നത്. ഇതിനു പുറമെ ഡേറ്റിംഗ് ആപ്പ്, മാട്രിമോണിയൽ ആപ്പ് എന്നിവ വഴി സ്ത്രീകളെ പരിചയപ്പെട്ടും തട്ടിപ്പ് നടത്തുന്നതും ഇയാളുടെ പ്രവർത്തന രീതിയാണ്. കർണാടകയിൽ ഇയാളുണ്ടെന്നറിഞ്ഞ് നിലമ്പൂർ പോലീസ് സ്ഥലത്തെത്തുമ്പോഴേക്കും ദാവൺഗരയിൽ നിന്നും ഉടുപ്പി ഭാഗത്തേക്ക് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെയാണ് നിലമ്പൂർ പോലീസ് ഇൻസ്പെക്ടർ PT സൈഫുള്ള, അഭിലാഷ്, വിപിൻ, മുഹമ്മദ് റാഫി, സുമിത്ര എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതി പിടിയിലാകുന്നത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി. മെഹർ ഹോളിഡേയ്സ് എന്നൊരു സ്ഥാപനം വഴി കാശ് വാങ്ങിക്കൊണ്ടായ ഒരാളെ കുറിച്ച് അന്വേഷിച്ച് ഒടുവിലെത്തിപ്പെട്ടത് ഈ പ്രതി, നമ്മളിപ്പോൾ എത്തി നിൽക്കുന്ന ആ കേസിലെ 2ാം പ്രതി. അതിൽ 1ാം പ്രതി മെഹർ ഹോളിഡേയ്സിൻ്റെ ഓണറാണ്. അതിൽ 2ാം പ്രതി, സെക്കൻഡ് അക്യൂസ്ഡ്, 2ാം പ്രതിയെക്കുറിച്ച് 2ാം പ്രതിക്കോളത്തിൽ നമുക്ക് പ്രഥമ വിവരത്തിൽ നൽകിയ പേര്, അതായത് പരാതിക്കാരൻ തന്ന പേര് രവി ബൻസാൽ എന്നാണ്. രവി ബൻസാൽ എന്നാളെ കുറിച്ച് അന്വേഷിച്ച് അതിൻ്റെ പുറകെ പോയതിൽ ഈ രവി ബൻസാൽ എന്ന പേരിൽ ഈ തട്ടിപ്പ് നടത്തിയ ആളെ നമ്മൾ ഇന്നലെ കർണാടകയിലെ ദാവൺഗിരി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, അയാളുടെ ഒളിച്ചു താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഇയാൾ 10 വർഷം മുന്നേ സമാനമായ ഒരു തട്ടിപ്പ് കേസ് നടത്തി നാട് വിട്ടൊരാളാണ്. 10 വർഷമായിട്ട് ഇയാൾ അബ്സ്കൗണ്ടിങ് ആണ്, മിസ്സിംഗ് ആണ്. ഇയാൾക്ക് സ്വന്തമായിട്ട് ആധാർ കാർഡോ അല്ലെങ്കിൽ മറ്റ് രേഖകളോ ഒന്നും തന്നെ ഇല്ല. ഇയാളെ സ്ഥിരം മോഡസ് എന്ന് പറയുന്നത് ആധാർ കാർഡ്, അതുപോലെ ഇലക്ഷൻ ID കാർഡ്, പാൻ കാർഡ് ആരുടെയെങ്കിലും പേരിൽ ഫോർജറി, വ്യാജമായി നിർമ്മിച്ച് അത് വെച്ചാണ് ഇയാൾ ഈ ഓപ്പറേഷൻ നടത്തുന്നതെന്നുള്ളതാണ്. പിന്നെ ഇയാളുടെ പേരിൽ എവിടെയും ഒരു സിം കാർഡോ ഫോൺ നമ്പറോ ഒന്നും തന്നെ ഇല്ല. ഇയാളുടെ ഒരു മോഡസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ പരിചയപ്പെടുന്ന ആളുകളെ സംസാരിച്ച് വീഴ്ത്താൻ ഭയങ്കര മിടുക്കനാണ്. സംസാരിച്ച് വീഴുന്ന ആളുടെ പേരിൽ അയാൾ ആദ്യം ഒരു സിം കാർഡ് എടുക്കും. അതുപോലെ തന്നെ ഈ സംസാരിച്ച് വീഴുന്ന ആളുടെ പേരിൽ മിക്കവാറും ഒരു ബാങ്ക് അക്കൗണ്ട് അയാൾ കൈക്കലാക്കും. ഈ ബാങ്ക് അക്കൗണ്ടും ഈ സിം കാർഡും വഴി ഇയാൾ പുതിയ ഇരകളെ കണ്ടെത്തും. അതുവഴി ഷിപ്പിൽ ജോലി നേടിക്കൊടുക്കാമെന്നും പറഞ്ഞ് കാശ് വാങ്ങി പറ്റിക്കുന്നൊരു മോഡസാണ്. പിന്നെ ഈ നമ്പറിലേക്ക് ഇതുമായി ബന്ധപ്പെട്ട ആൾക്കാരെ വിളിക്കുമ്പോൾ ഇയാൾ ഈ സിം ഓഫ് ചെയ്യും, ഈ ഫോൺ കളയും. എന്നിട്ട് അയാൾ പുതിയ ഫോണും, പുതിയ ഒരാളുടെ പേരിൽ പുതിയ ഫോണും പുതിയ സിമ്മും എടുക്കും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.